നല്ല രാശിയെ കിട്ടിയ തിരുമേനി കന്നിരാശിയെ കിട്ടിയത് നമുക്ക് 10 വ്യാഴം 11 ചന്ദ്രൻ പ്രേതകാരാണ്. പ്രേതമാതാ ശിഖി ഗുരിയാത്. ബാലകളെ ചിന്തിക്കേണ്ടത് കേതുവിനെ കൊണ്ടും ഗുളികളെ കൊണ്ടും നമ്മൾ ചിന്തിക്കുക. ആ ഗുളികൾ ആരൂഢത്തിൽ 12 പറഞ്ഞു. അപ്പം വ്യാഴം 10 വന്നിട്ടുണ്ട്. അപ്പം വ്യാഴം സർവേശ്വരാണ അനുഗ്രഹം മാത്രമല്ല നിർവാണ പൂജ്യം തെളിവോട് നിൽക്കും, തെളിഞ്ഞു നിൽക്കുന്നത്. അല്ലായെങ്കിൽ എല്ലാത്തിനും അല്ല, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ 11 ചന്ദ്രനുണ്ട്. നമ്മളെ ദേവി തന്നെ സർവാവിഷ്ടിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് ഭാര്യമൊക്കെ എന്ത് വെച്ചാൽ വണങ്ങുക, ഫോട്ടോ എടുത്ത് വെച്ചോ. കന്നി രാശി കിട്ടി, കന്നിപ്രശ്നം നല്ലതും കന്നി കലവരും. പിന്നെ നമ്മൾ കറങ്ങി തന്നു. പിന്നെ രണ്ടാമത് ഭാര്യമൊക്കെ ഉണ്ട്. പിന്നെ അഖിലമായിട്ട് ഞാൻ പറഞ്ഞില്ല, അത് പിന്നെ പ്രത്യേക വേർപാട് ചെയ്താണ്. പിന്നെ ഓരോ സമ്പ്രദായ പ്രകാരം മറ്റൊന്നിലേക്ക് ആവാഹിക്കെങ്കിലും പിന്നെ പ്രത്യേക നോക്കേണ്ട ആവശ്യമില്ല. ആവാഹന നല്ല ദൈവാനുഗ്രഹ രാശി നമുക്ക് കിട്ടിയത്. കന്നി വന്നാൽ പിന്നെ കറങ്ങി തന്നു. ഭക്തിയുടെ പ്രവർത്തനമാണ് എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കാനാക്കുക. ഇതിപ്പോൾ നാളെ തന്നെ ഇത് ആവാഴ്ച നമുക്ക് കൊണ്ടുപോകാം. അതെ, നാളെ ഇവരെ അടിയന്തര കാര്യങ്ങളൊന്നുമില്ല. അത്രേ ഇല്ല. അല്ല നിങ്ങൾ നമ്മളെ ആയിക്കോട്ടെ. നല്ല രാശിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് കാര്യമൊക്കെ വന്നിട്ട് ഈ രാശി തന്നെ മടക്കിയില്ല. കന്നി രാശിയാണ്. പിന്നെ അധികം നമ്മൾ അതിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ദേവി പൂർണ്ണമായിട്ട് നമുക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അതിനെപ്പോഴും നമ്മൾ രാശി കിട്ടാനില്ല എന്ന് വെച്ചാൽ 10 വ്യാഴം 11 ചന്ദ്രൻ. ചന്ദ്രൻ 11 വന്നു, ചൊവ്വ 4 വന്നു, വ്യാഴം 10 വന്നു. ആ ദേവിയല്ലേ കണ്ണമംഗലം ഭാവിയായിരിക്കുന്ന ചന്ദ്രൻ 11 സ്വക്ഷേത്ര ബലശാലിയാണ്. കർക്കിടകം സ്വക്ഷേത്ര ബലശാലി സ്വമന്ദിരഗ്രഹ പ്രഭുത്വമായിട്ട് നിൽക്കുന്ന സമയമാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുന്ന ഞാൻ വിചാരിച്ച എത്രയും പെട്ടെന്ന് ചാർട്ട് കിട്ടിയില്ല. ചൊവ്വ 4 നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചോ. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും നല്ല രാശിയൊന്നും കിട്ടാനില്ല. തിരുനിക്കൽ പോയി 4 വന്നു, ചന്ദ്രൻ 11, വ്യാഴം 10. വ്യാഴം മാറ്റം വിളിച്ചു. നമുക്ക് അതിനൊന്നുമില്ല. വ്യാഴം 10 സർവീസിലാണ് അനുഗ്രഹം അത്ര കൊല്ലാം. ആ വ്യാഴം 3-ലോ 6-ലോ 8-ലോ 12-ലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷം ഭംഗിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രവർത്തനം എത്ര പെട്ടെന്ന് നമ്മൾ ഈ പ്രേതബാധകളാണ്, ഈ ബാധകളാണ്. ഈ ഗുളികനെ കൊണ്ടും ഏതിനെ കൊണ്ടുവന്ന് നമ്മൾ പ്രേതബാധ ദുരിതങ്ങൾ ചിന്തിക്കുന്നു. അത് 12-ന് പറഞ്ഞു. അത് ലഗ്നത്തിൽ വെച്ചിട്ടുണ്ട്. ഈ വ്യാഴം തെളിഞ്ഞിട്ടും ഈ കേതുവോ ഗുളികനോ ലഗ്നത്തിലോ അല്ലെങ്കിൽ കേന്ദ്രത്തിലും വല്ല പറയാം ആ പ്രേതബാധ ദുരിതങ്ങൾ കിട്ടത്തേ. ഗുളികനും കേതും ഒരു രാശിയിലുള്ളത്, 2 ഗ്രഹം ഒരു രാശിയിലാണ്. പ്രേതബാധ ശിഖി ഗുരിയ. ഗുളികനെ കൊണ്ടും പ്രേതം ചിന്തിക്കുക, കേതുവിനെ കൊണ്ടും ചിന്തിക്കാം. ആ 2 ഗ്രഹവും 12-ലാണ്. ഇപ്പോൾ ഗുളികനിന്ന് രാത്രിക്ക് ചിങ്ങൻ രാശിയിലാണ്. അപ്പോൾ അത് പകലുണ്ടായത് 11 രാശി. അപ്പോൾ ആ 2 ഗ്രഹവും ആരൂഢത്തിന് മറഞ്ഞു.